വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ BSc ബോട്ടണിയിൽ 4th സെമസ്റ്ററിൽ വരുന്ന ബയോസ്റ്റാറ്റി എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ ഭാഗമാണ് എന്ത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ആ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? നമുക്ക് കിട്ടുന്ന ഒരു സാമ്പിൾ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരുന്നു എന്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ മീൻ പഠിച്ചു, മോഡ് പഠിച്ചു, മീഡിയം പഠിച്ചു. ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, വളരെ യൂസ്ഫുള്ളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷറുമാണ്. എങ്കിൽ കൂടിയിട്ട് ആ സിംഗിൾ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു എൻ്റയർ ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡാറ്റേൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം അതിൻ്റെ ആവറേജ് വാല്യൂന്ന് ഡിസ്പേഴ്സ്ഡ് ആയി അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് അപ്പായി എന്ന് നോക്കുന്നതാണ് എന്ത് ഡിസ്പേർഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മൾ കണ്ടെത്തുന്ന മീന് അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീനോ മോഡോ മീഡിയനോ, നമ്മൾ മെയിനായിട്ട് മീനിൻ്റെ കാര്യമാണ് കുറച്ചുകൂടെ എടുക്കുക. അപ്പോൾ മീനിൽ നിന്ന് എത്രത്തോളം ആ ഒരു ഡാറ്റയിലുള്ള ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ വ്യത്യസ്തപ്പെടുന്നു എന്നതാണ് ഡിസ്പേർഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്സ് ടു ഫൈൻഡ് ഹൗ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആർ ഡിസ്പേഴ്സ്ഡ് അറൗണ്ട് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ എത്രത്തോളം വ്യത്യസ്തപ്പെടുന്നു ആ മീൻ വാല്യൂയിൽ നിന്ന്. മീൻ വാല്യൂ ഇപ്പം നമ്മൾ സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് കണ്ടെത്തുന്നത് മീൻ കണ്ടെത്തി എന്ന് വിചാരിക്കാം. ആ മീൻ വാല്യൂയിൽ നിന്ന് ഓരോ വാല്യൂം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ആ വാല്യൂകൾ തമ്മിൽ എന്ന് കണ്ടെത്തുന്നതാണ് എന്ത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ മേജറായിട്ട് പഠിക്കുന്ന മെഷേഴ്സ്, നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള മെഷേഴ്സ് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഈ 5 കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പർപ്പസ് ഓഫ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ? നമ്മൾ സെൻട്രൽ ടെൻഡൻസി കണ്ടെത്തി ഒരു ആവറേജ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ടു ഗോജ് ദ റിലയബിലിറ്റി ഓഫ് ആൻ ആവറേജ്. ഒരു ആവറേജിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ആ ആവറേജ് റിലയബിൾ ആണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ എന്താണ്, ആവറേജ് റിലയബിൾ ആണെന്ന് പറയാം. ഡിസ്പേർഷൻ്റെ വാല്യൂ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആവറേജ് വാല്യൂ ആയിട്ട് നല്ല സാമ്യമുണ്ട്. ഡീവിയേഷൻ കുറവാണെങ്കിൽ, ഡിസ്പേർഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഡാറ്റേനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മറിച്ച് ഡിസ്പേർഷൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ആ ആവറേജ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടു സെർവ് ആസ് എ ബേസിസ് ഫോർ കൺട്രോൾ ഓഫ് വേരിയബിലിറ്റി ഇറ്റ് സെൽഫ്, to determine the nature and cause of variation in order to control the variation itself. വേരിയേഷൻ്റെ കാരണങ്ങളും അതിൻ്റെ നേച്ചറും വെച്ചിട്ട് ആ ഒരു വേരിയേഷനെ അതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ഡാറ്റ അല്ലെങ്കിൽ 2 സീരീസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ട്, അതിൻ്റെ കൺസിസ്റ്റൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മീൻ വാല്യൂ എന്ന് വിചാരിക്കുക, 2 ഡിഫറെൻറ്റ് ഡാറ്റേൻ്റെ മീൻ വാല്യൂ നമ്മൾ
കണ്ടെത്തി. ആ 2 ഡിഫറെൻറ്റ് ഡാറ്റയ്ക്കും ഒരേ മീൻ വാല്യൂ ആണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വാല്യൂ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഡിസ്പേർഷൻ അല്ലെങ്കിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ആ ഡീവിയേഷൻ, ആ ആവറേജ് വാല്യൂ എന്ന് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റവും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ആ ഒരു 2 ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാം. ഓക്കെ, ഇനി നല്ല ഒരു ഡിസ്പേർഷൻ എങ്ങനെയായിരിക്കുന്നു? ഓക്കെ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ നല്ല പ്രോപ്പർട്ടീസ്, ഒരു നല്ല മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെന്തായിരിക്കണം? നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ സിമ്പിളായിരിക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സിമ്പിളായിരിക്കണം, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ റിജിഡിലി ഡിഫൈൻഡ് ആയിരിക്കണം. എല്ലാ ഐറ്റം, ആ സീരീസിലുള്ള എല്ലാ ഐറ്റത്തിനെയും ഉൾക്കൊള്ളിച്ചിട്ടുകൊണ്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത്, എല്ലാ ഐറ്റത്തിനും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിരിക്കണം എന്ത്, ഒരു നല്ല മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രീം ഐറ്റത്തിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല, എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. എക്സ്ട്രീം വാല്യൂസ് കൊണ്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഫ്ലക്ച്വേഷൻസ് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റ് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് എന്തായിരിക്കണം, ക്യാപ്പബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് നല്ല ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ ക്വാളിറ്റീസ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഓരോരുത്തരെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റേഞ്ച് നോക്കണം. എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷനാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻറ്റും ആണ്, സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, 2 എക്സ്ട്രീം വാല്യൂസ് വെച്ചിട്ടാണ്. ആ ഒബ്സർവേഷനിലുള്ള 2 എക്സ്ട്രീം വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഞ്ച് കണ്ടെത്തുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള ലാർജസ്റ്റ് വാല്യൂയും സ്മോളസ്റ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈസ് ഈക്വൽ ടു L മൈനസ് എസ്. അതായത് ലാർജസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ, എസ് എന്ന് പറയുന്നത് എന്താണ്, സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞത് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മെഷർ ഓഫ് റേഞ്ച് ആണ്. റേഞ്ചിൻ്റെ റിലേറ്റീവ് മെഷറാണ്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ്. ഇതാണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടെത്താനുള്ള ഫോർമുല. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷനെ നമ്മൾ ആവറേജ് ഡീവിയേഷൻ എന്നും കൂടി പറയും. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ ഐറ്റത്തിനും, ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള എല്ലാ ഐറ്റത്തിനും ബേസ് ചെയ്തിട്ടാണ് എന്തുള്ളത്, മീൻ ഡീവിയേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ റേഞ്ചിൽ നമ്മൾ എന്താ കണ്ടത്, ജസ്റ്റ് എന്താണ്, ഏറ്റവും വലിയ വാല്യൂം ഏറ്റവും ചെറിയ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനിൽ ആ 2 വലിയ വാല്യൂം ചെറിയ വാല്യൂം മാത്രമേ അതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. പക്ഷേ മീൻ ഡീവിയേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള എല്ലാ വാല്യൂസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത്, മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നത്. മീൻ ഡീവിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ദ അരിതമെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇഗ്നോറിങ് ദ സൈൻസ് ഓഫ് ഡീവിയേഷൻ. അതായത് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അരിതമെറ്റിക് മീനാണ്. എന്തിൻ്റെ, ഡീവിയേഷൻ ഓഫ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് എത്രത്തോളം മീൻ വാല്യൂവിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഓൾ ടുഗദർ ആയിട്ടുള്ള അരിതമെറ്റിക് മീനാണ് എന്ത്, മീൻ ഡീവിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഗ്നോറിങ് ദ സയൻസ് ഓഫ് ഡീവിയേഷൻ, ഡീവിയേഷൻ്റെ സയൻസ് ഇഗ്നോർ ചെയ്തിട്ട്.
ഓക്കെ, എൻ ഡി ഈസ് ഈക്വൽ ടു സം ഓഫ് മോഡുലസ് ഡി ബൈ എൻ. അതായത് മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈൻ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ, ഇപ്പം ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണും, ആ മാർക്കിൻ്റെ മീൻ കാണും. മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ആണല്ലോ ഇത്. അപ്പം ആദ്യം എന്ത് ചെയ്യും, നമ്മളതിൻ്റെ മീന് കാണും. മീന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 40 ആണ് എന്ത് നമ്മളതിൽ കണ്ടെത്തിയിട്ടുള്ള, നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. 40 ആണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. മീൻ എങ്ങനെയാണ് കാണാറ്, നമ്മളെല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ മീന് കാണാം. അപ്പം ഡീവിയേഷൻ എങ്ങനെ കാണാം, ഇപ്പം ഈ വാല്യൂ എത്രത്തോളം മീൻ വാല്യൂവിൽ നിന്ന് ഡീവിയേറ്റഡ് ആണെന്ന് കാണാം. അപ്പോൾ എന്താണ് 33 മൈനസ് 40 എന്താ വരിക, -7 വരിക. നമ്മൾ ആ ഒരു സൈന് ഇഗ്നോർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ മോഡുലസ് ഡി ആണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത് 7. അങ്ങനെ ഓരോ വാല്യൂവിൻ്റെയും ഡീവിയേഷൻ കാണുന്നു. ഓരോ വാല്യൂവിൻ്റെയും ഡീവിയേഷൻ കണ്ടിട്ട് അതിൻ്റെ സമ്മാണ് എന്ത്, അതിൻ്റെ അരിതമെറ്റിക് മീനാണ് എന്ത്, അതിൻ്റെ സമ്മെന്ന് പറയാൻ പറ്റില്ല, അരിതമെറ്റിക് മീനാണ് എന്ത്, മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അരിതമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം സം ചെയ്തിട്ട് ഈ എല്ലാ വാല്യൂ എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ 35 മൈനസ് 40 ആവുമ്പോൾ എന്താണ് 5 വരും അല്ലേ. ആ വാല്യൂസ് കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. അതിൻ്റെ താഴെയുള്ള വാല്യൂ ഇതൊന്നും മിസ്സായിട്ടുണ്ട്. അപ്പോൾ 10 വാല്യൂസ് ഉണ്ട്, അതേ ഡിവൈഡഡ് ബൈ 10 ചെയ്യും. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡഡ് ബൈ 10 ചെയ്യും. അത് നമ്പർ ഓഫ് വാല്യൂസിനനുസരിച്ച്. ഓക്കെ, അതാണ് എന്ത് മീൻ ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് മീൻ ഓഫ് എന്താണ് ഡീവിയേഷൻ, അരിതമെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ആവറേജ്. ഓരോ ഐറ്റവും എത്രത്തോളം ആ മീൻ വാല്യൂ നിന്ന് ഡീവിയേറ്റഡ് ആണെന്ന് കണ്ടെത്തുന്നു, അതിൻ്റെ അരിതമെറ്റിക് മീനാണ് എന്ത് മീൻ ഡീവിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് എളുപ്പമാണ് കണ്ടെത്താനായിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്, എല്ലാ ഐറ്റത്തിനും ഉദ്ദേശിച്ചാണ് ഉള്ളത്. പിന്നെ എക്സ്ട്രീം വാല്യൂസിൻ്റെ എഫക്റ്റ് കുറവാണ്. പിന്നെ എന്താണ് ആവറേജ് വാല്യൂ ഇൻ ഡിസ്ട്രിബ്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, പോസിറ്റീവ് വാല്യൂവിന് നെഗറ്റീവ് വാല്യൂവിന് ഇഗ്നോർ ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂവിനും നെഗറ്റീവ് വാല്യൂവിന് ഇഗ്നോർ ചെയ്തു, അതൊരു ഡീമെറിറ്റാണ്. അതേപോലെ ഇതിനെന്ത് വേണം, ഇത് വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഇത് കാണാനായിട്ട് എന്ത് വേണം, ഒരു ആവറേജ് വേണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആവറേജിൽ നിന്നാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്, 2 ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ. അപ്പം മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഫ്രം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇഗ്നോറിങ് ദ സൈൻസ്. അതാണ് എന്ത് മീൻ ഡീവിയേഷൻ. എത്രത്തോളം നമ്മുടെ മീനിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും ഡീവിയേറ്റഡ് ആയി എന്നതിൻ്റെ അരിതമെറ്റിക് മീൻ. അതായത് ആ ഒരു വാല്യൂസ് കംപ്ലീറ്റ് ഡീവിയേഷൻ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടെത്താം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ഇതിനെ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും പറയും. എന്താണ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് കൂടി നമ്മൾ നമ്മളിതിനെ പറയും. ഓക്കെ, പിന്നെ ഇതെന്താണ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്
സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് അരിതമെറ്റിക് മീൻ ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ. സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ അരിതമെറ്റിക് മീനിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്ക്വയർ റൂട്ട് ഓഫ്, അതായത് റൂട്ട് മീന് സ്ക്വയറിൻ്റെ മീനിൻ്റെ റൂട്ട്, അതായത് സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ അരിതമെറ്റിക് മീനിൻ്റെ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ടാണ് എന്ത് ആ ഒരു പേര് വന്നത്? റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ അരിതമെറ്റിക് മീനിൻ്റെ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. The deviation of different values from the mean deviation are find out and are squared up. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡീവിയേഷൻസ് കണ്ടു. ഡീവിയേഷൻസ് ൻ്റെ സൈന് ഇഗ്നോർ ചെയ്തിട്ട് അവ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മീൻ ഡീവിയേഷന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? മീന് കാണും. ആ മീന് കണ്ടിട്ട് ആ മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻസ് ഉണ്ടെന്ന് കാണും. ഡീവിയേഷൻസ് കണ്ടതിന് ശേഷം അതിനെ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡീവിയേഷനെ സ്ക്വയർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തും. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ. ഓക്കെ, അല്ല നമ്മൾ അതിൻ്റെ ആവറേജ് കാണണം. ആവറേജ് കണ്ടതിന് ശേഷം, അതായത് സ്ക്വയർഡ് ഡീവിയേഷൻ്റെ മീന് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, നമ്മൾ കണ്ടില്ലേ? സിഗ്മ ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് സിഗ്മയാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സം ഓഫ് ഡി സ്ക്വയർ ബൈ എൻ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ്? ഇതിൻ്റെ കൂടെ ഫ്രീക്വൻസി കൂടി വരും. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ, ഗ്രൂപ്പ്ഡ് ഡാറ്റയും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും. അപ്പോൾ ഈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർഡ് ഡീവിയേഷനാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? മീനല്ലേ? സ്ക്വയർഡ് ഡീവിയേഷൻ്റെ മീനാണ് ഇത്. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഒരു കംപ്ലീറ്റ്ലി യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു കംപ്ലീറ്റ്ലി യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ. പക്ഷേ ഐറ്റംസ് ഡിസ്പേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഡിസ്പേർഷൻ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാമെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള മീൻ കാണും. അപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷനിൽ കണ്ട പോലെ ആക്ച്വൽ ആയിട്ടുള്ള മീൻ കാണും. പിന്നീട് എന്ത് ചെയ്യും? അതിൻ്റെ ഡീവിയേഷൻസ് കാണും. അതായത് മീൻ വാല്യൂവിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂയും എത്രത്തോളം ഡീവിയേറ്റഡ് ആയിട്ടുണ്ടെന്ന് കാണും. ഇത്ര മാത്രം മതി എന്തിന്? മീൻ ഡീവിയേഷന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അരിതമെറ്റിക് മീൻ കാണുകയാണ് ചെയ്യുക. മീൻ ഡീവിയേഷൻ്റെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഡീവിയേഷനെ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യും? അതിൻ്റെ സം ഓഫ് സ്ക്വയേർഡ് വാല്യൂ കണ്ടെത്തും. എന്നിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനോട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണും. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തുക. ഓക്കെ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒബ്സർവേഷൻ കണ്ടു. ഈ ഒബ്സർവേഷൻ്റെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? മീന് കാണും. ഇതാണ് ഈ ഒരു ഒബ്സർവേഷൻ്റെ മീന്. ഈ മീനിൽ നിന്ന് എത്രത്തോളം ഓരോ വാല്യൂം
ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണും. അപ്പോൾ നമ്മൾ എന്താണ് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും കംപ്ലീറ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡീവിയേഷൻ്റെ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യും, അതിന് സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ മീൻ കാണും. അതായത് 36 ആണ് ഇപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് കണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ആ 36 ഡിവൈഡഡ് ബൈ 7 ഇതാണ് എന്ത്, ആ ഡീവിയേഷൻ്റെ മീന്. ആ മീനിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് അതിനെന്ത് പറയുന്നത്, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അത്രയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അത് നമുക്ക് പറയുന്നതിന് മുന്നേ എന്താ, വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് എന്ത്, വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. അത് രണ്ട് സീരീസ് തമ്മിലുള്ള വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിലേറ്റീവ് മെഷറാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീനാണ്. ആ ഡാറ്റേൻ്റെ മീനാണ് എന്ത്, സ്ക്വയർ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എക്സ് ബാർ, അതായത് മീന്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് മീന്. ഓക്കെ, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അതായത് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് മീന്, അതാണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അത് ഇൻറ്റു 100 ആണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് സിഗ്മ ബൈ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ആ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ആണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷന്. ഓക്കെ അല്ലേ? ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ പേഴ്സൺ ആണ്. ഇതെന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ അരിതമെറ്റിക് മീനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഹയർ CV, അതായത് ഹയർ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഉള്ളതിന് ഹയർ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ഉണ്ടാവും. CVൻ്റെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല വേരിയേഷൻ ഉണ്ട് എന്നാണ് അർത്ഥാക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ വേരിയൻസ് ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്, അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മീൻ ഡീവിയേഷൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇതിനെ പറയാം. അതായത് നമ്മൾ മീൻ ഡീവിയേഷൻ കാണുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള സൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് അൺജസ്റ്റിഫയബിളും അൺസ്യൂട്ടബിളും ആണ്. ഫർദറായിട്ടുള്ള കാൽക്കുലേഷനിൽ അൺസ്യൂട്ടബിൾ ആണ്, അതുപോലെ തന്നെ അത് അൺജസ്റ്റിഫയബിളും ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈനുകൾ കൺസിഡർ ചെയ്യണം. ഇനി സൈൻ കൺസിഡർ ചെയ്താൽ തന്നെ നമ്മളത് ആഡ് ചെയ്ത് വരുമ്പോൾ സം ഓഫ് ഡീവിയേഷൻ എടുക്കുമ്പം അതെന്താവും, 0 ആവും. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്ക്വയർ ചെയ്യുന്നത്, ഈ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കുന്നത്. അപ്പോൾ ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഇൻഡിവിജ്വൽ ഐറ്റം ആണ് എന്ത്, വേരിയൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ എന്താണ്, സ്ക്വയറാണ്. ഡീവിയേഷൻ ഇൻഡിവിജ്വൽ ആവറേജ് ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ആണ് എന്ത്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ ഡീവിയേഷൻ്റെ സ്ക്വയേഴ്സിൻ്റെ ആവറേജ് ആണ് എന്ത്, വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ എന്താണ്, സിഗ്മയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്, സിഗ്മ. ഇതെന്താണ്, സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ആവശ്യമില്ല.
ഇതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ ഇവിടെ FD² ഉണ്ടാവില്ല, ഗ്രൂപ്പ്ഡിൽ ഫ്രീക്വൻസി കൂടി എക്സ്ട്രാ ആയിട്ട് വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും വേരിയൻസ് ആയാലും അതിൻ്റെ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ എല്ലാ ഐറ്റത്തിനും അനുസരിച്ചിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. പിന്നെ ഈസിയസ്റ്റ് ആണ്, ആൽജിബ്രിക്കലി ഫൗണ്ട് ചെയ്യാൻ ഈസിയസ്റ്റ് ആണ്. കറക്റ്റായിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ഇതിൻ്റെ റിസൾട്ട് കൊണ്ടാണ് ഈ വാല്യൂസ് നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 സെറ്റിൻ്റെ വാരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം സ്ക്വയർ ചെയ്യണം. അതിപ്പം ഈ വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യണം. മറ്റേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്യണം, റൂട്ട് എടുക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ കുറച്ച് പാടായിരിക്കും. നമ്മളിപ്പോൾ അരിത്മെറ്റിക് മീൻ ഓഫ്, റൂട്ട് ഓഫ്, സ്ക്വയർ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ എക്സ്ട്രീം വാല്യൂസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് എക്സ്ട്രീം വാല്യൂസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നതെന്ന് പറയുന്നത്? കാരണം നമ്മളിവിടെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ്ട്രീം വാല്യൂസിന് സ്ക്വയർ ചെയ്യുമ്പോൾ ആ വാല്യൂ കൂടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ പഠിക്കാനായിട്ടുള്ളത്. റേഞ്ച്, മീൻ ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹയസ്റ്റ് വാല്യൂം സ്മോളസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജിൽ നിന്ന് എത്രത്തോളം, മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ആയി എന്നുള്ളതാണ് മീൻ ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അരിത്മെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഓഫ് എ ഇൻഡിവിജ്വൽ ഡാറ്റ ഫ്രം ഇറ്റ്സ് മീൻ. അതാണ് എന്ത്? മീൻ ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ. ഇവിടെ എന്താണ്? റൂട്ട് ഓഫ് അരിത്മെറ്റിക് മീൻ ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ ക്ലിയർ അല്ലേ? ഓരോ വാല്യൂം ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.